ഇന്ദിര കണ്ണൂർ കോർപ്പറേഷൻ മേയറാകും. ഇന്ദിരയെ മേയറാക്കാൻ DCC തീരുമാനമെടുത്തു. നിലവിലെ ഡെപ്യൂട്ടി മേയറായ ഇന്ദിര പയ്യാമ്പലം ഡിവിഷനിൽ നിന്നാണ് വിജയിച്ചത്. അഭിജിത്ത് മുഴക്കുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. അഭിജിത്ത്, ഇടയ്ക്കൊരു താമസം വന്നു, ഒരു സംശയം വന്നു, ഒരു ആശയക്കുഴപ്പമൊക്കെ വന്നു, ശ്രീജ മഠത്തിന്റെ പേരൊക്കെ വന്നു. ഒടുവിൽ തീരുമാനം എത്തുമ്പോൾ കണ്ണൂർ കോർപ്പറേഷൻ മേയറാകാൻ P. ഇന്ദിര തന്നെ അല്ലേ? അങ്ങനെയാണ് ശ്രുതി. ഒരു അപ്രതീക്ഷിത മുഖം മേയർ സ്ഥാനത്തേക്ക് വരുമോ എന്നുള്ള ചില സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. ആ രീതിയിലുള്ള ചില ചർച്ചകളും നടന്നിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. P. ഇന്ദിര തന്നെ മേയർ സ്ഥാനത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസിന്റെ കോർ കമ്മിറ്റി യോഗമുണ്ടായിരുന്നു. ആ കോർ കമ്മിറ്റി യോഗത്തിലാണ് P. ഇന്ദിരയുടെ പേര് തന്നെ ഉയർന്നു വരികയും DCC ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തത്. ആദ്യഘട്ടത്തിൽ തന്നെ P. ഇന്ദിരയെ മുൻനിർത്തിക്കൊണ്ടാണ് UDF ഒരു പ്രചാരണം നടത്തിയിരുന്നത്. P. ഇന്ദിര തന്നെയാകും കോർപ്പറേഷനിൽ മേയർ എന്നുള്ളതായിരുന്നു കോൺഗ്രസിന്റെ പ്രചാരണം, UDFന്റെ പ്രചാരണം. പക്ഷേ മത്സരശേഷം 34 എന്നുള്ളത് 36ലേക്ക് സീറ്റ് ഉയർത്താൻ UDFന് കഴിഞ്ഞു. പിന്നാലെയാണ് ചില പേരുകൾ കൂടി ഉയർന്നു വന്നത്. ശ്രീജ മഠത്തിൽ എന്ന മഹിളാ കോൺഗ്രസ് ജില്ലാ അധ്യക്ഷയുടെ പേര് ഉയർന്നു കേട്ടു. കൂടാതെ ലിഷ ദീപക് എന്നുള്ള പേര് ഉയർന്നു കേട്ടു. ഈ രീതിയിൽ ചില കൂടുതൽ പേരുകൾ കൂടി ഉയർന്നു വന്നുവെങ്കിലും അവസാന ഘട്ടത്തിൽ P. ഇന്ദിരയിലേക്ക് തന്നെ UDF എത്തുന്നു, കോൺഗ്രസ് എത്തുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. പയ്യാമ്പലം ഡിവിഷനിൽ നിന്നാണ് P. ഇന്ദിര വിജയിച്ചത്. ആ വിജയത്തിന് പിന്നിലും കുറെ കഥകളുണ്ടായിരുന്നു. കാരണം ആദ്യഘട്ടത്തിൽ P. ഇന്ദിരയെ പയ്യാമ്പലം ഡിവിഷനിൽ പരിഗണിച്ചിരുന്നില്ല. മറ്റൊരു പേരായിരുന്നു, ബിന്ദുവിന്റെ പേരായിരുന്നു കോൺഗ്രസ് തീരുമാനിച്ചിരുന്നത്, UDF തീരുമാനിച്ചിരുന്നത്. പക്ഷേ അവസാന ഘട്ടത്തിലാണ് KC വേണുഗോപാലിന്റെയും K. സുധാകരന്റെയും ഇടപെടലിന് പിന്നാലെ P. ഇന്ദിര തന്നെ പയ്യാമ്പലം ഡിവിഷനിൽ മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ അപ്പോഴും വെല്ലുവിളിയായി വന്നത് ബിന്ദു ഒരു വിമത സ്ഥാനാർത്ഥിയായി, കോൺഗ്രസിന്റെ വിമത സ്ഥാനാർത്ഥിയായി അവിടെ രംഗത്ത് വന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ മത്സരം തന്നെ നടന്ന ഒരു ഡിവിഷൻ കൂടിയാണ് പയ്യാമ്പലം. അവിടെ BJP രണ്ടാമത് വരുന്ന കാഴ്ചയും ഇക്കുറി കണ്ടു. അങ്ങനെ വലിയ ഒരുപക്ഷെ തോൽവിയിലേക്ക് P. ഇന്ദിര പോകുമോ എന്നതൊക്കെ ഒരു സംശയം അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ആ സംശയങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാക്കിക്കൊണ്ട് ആസ്ഥാനത്താക്കിക്കൊണ്ടാണ് P. ഇന്ദിര പയ്യാമ്പലം ഡിവിഷനിൽ നിന്ന് വിജയിച്ചു വരികയും ചെയ്തത്. ഏതായാലും P. ഇന്ദിരയ്ക്ക് തന്നെ മേയർ എന്നുള്ള നറുക്ക് വീണിരിക്കുന്നു. നിലവിൽ ഡെപ്യൂട്ടി മേയറാണ് കണ്ണൂർ കോർപ്പറേഷനിൽ P. ഇന്ദിര. കഴിഞ്ഞ 2 തവണയായി കണ്ണൂർ കോർപ്പറേഷനിൽ അവർ കൗൺസിലറായി വിജയിച്ചു വരുന്നുണ്ട്. ഈ തവണ, അതായത് ഇക്കഴിഞ്ഞ തവണ 2020 കൗൺസിലിൽ അവർ ഡെപ്യൂട്ടി മേയറായിരുന്നു. കൂടാതെ കണ്ണൂർ കോർപ്പറേഷൻ ആകുന്നതിന് മുൻപ് നഗരസഭയായ സമയത്തും അവർ നഗരസഭയിലും അവർ കൗൺസിലറായിരുന്നു. അങ്ങനെ KSUവിൽ നിന്ന് തുടങ്ങിയ ഒരു രാഷ്ട്രീയ പാരമ്പര്യമാണ് P. ഇന്ദിര. അങ്ങനെ നിരവധി സ്ഥാനങ്ങൾ, സംഘടനയുടെ നിരവധി സ്ഥാനങ്ങൾ കൂടി വഹിച്ചിരുന്ന ഒരാളാണ്. അവരെയാണ് ഇപ്പോൾ മേയർ സ്ഥാനത്തേക്ക് എത്തിക്കുന്നത്. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ടായിരുന്നത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ശ്രീജ മഠത്തിലുമായി ബന്ധപ്പെട്ടാണ്. ഒരു പുതിയ മുഖം എന്ന നിലയിലേക്ക് പരിഗണിക്കുകയാണ് എങ്കിൽ ശ്രീജ മഠത്തിന്റെ പേര് ഉയർന്നു കേട്ടിരുന്നു. പക്ഷേ അപ്പോഴും ഈ പ്രവൃത്തി പരിചയം, കോർപ്പറേഷനിൽ കൗൺസിലറായി ഡെപ്യൂട്ടി മേയറായി ഒക്കെ പ്രവർത്തിച്ചുള്ള പരിചയമാണ് P. ഇന്ദിരയ്ക്ക് ഒരു മുതൽക്കൂട്ടാവുകയും ചെയ്യുന്നത്. P. ഇന്ദിര തന്നെ കണ്ണൂർ കോർപ്പറേഷന്റെ മേയറാകും. ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക തീരുമാനം, ഒരു പ്രഖ്യാപനം ഉടൻ തന്നെ DCCയുടെ ഭാഗത്ത് P. ഇന്ദിര കണ്ണൂർ കോർപ്പറേഷൻ മേയറാകും. വിവരങ്ങളാണ് അഭിജിത്ത് മുഴക്കുന്ന് നൽകിയത്.